ലങ്കാധിപതിയായ രാവണനെ തോൽപ്പിച്ച് പ്രഭു ശ്രീരാമൻ വിജയം നേടിയ വാർത്ത നാടെങ്ങും പരന്നു. ഇനി പ്രിയ പത്നി സീതാദേവിയെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. പ്രഭു ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ സ്വാമി ഉടൻ തന്നെ ലങ്കയിലെ അശോകവനികയിലേക്ക് യാത്രയായി. രാവണൻ സീതാദേവിയെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് ആ വനത്തിലായിരുന്നു. അശോകവനത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ ഹനുമാൻ സ്വാമി അത്ഭുതപ്പെട്ടുപോയി. വനത്തിലെ മരങ്ങളും ചെടികളും വള്ളികളുമെല്ലാം ഒരുമിച്ച് വളർന്നു വലുതായി അദ്ദേഹത്തിന്റെ വഴി പൂർണ്ണമായും തടസ്സപ്പെടുത്തി നിൽക്കുന്നു. നിങ്ങളെ അകത്തേക്ക് കടത്തിവിടരുതെന്ന് ഞങ്ങൾക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. ആ വൃക്ഷങ്ങളും ചെടികളും എല്ലാം ചേർന്ന് ഹനുമാൻ സ്വാമിയോട് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ഹനുമാൻ ആകട്ടെ ശാന്തനായി അവരോട് സംസാരിച്ചു. നിങ്ങൾ ഇപ്പോൾ വഴിമാറി നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്നാൽ വനത്തിലെ സസ്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെവിക്കൊണ്ടേയില്ല. ഞങ്ങൾ നിങ്ങളെ മണ്ണിനടിയിൽ കുഴിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തി അവർ കൂടുതൽ ശാഠ്യം പിടിച്ചു. അവരുടെ ശാഠ്യം കണ്ടപ്പോൾ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി, ഇവിടെ വെറും വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഉടൻ തന്നെ അദ്ദേഹം തന്റെ ശരീരം മല പോലെ വലുതാക്കി. അതിനുശേഷം തന്റെ ശക്തമായ നീളൻ വാലുകൊണ്ട് ആ വനം മുഴുവൻ നിമിഷ നേരം കൊണ്ട് കെട്ടി ബന്ധിച്ചു. വഴിതടഞ്ഞ സസ്യങ്ങളെയും മരങ്ങളെയും എല്ലാം നിസ്സഹായരാക്കി. ഹനുമാൻ സ്വാമി വനത്തെ ബന്ധിച്ച ആ നിമിഷം അതിസുന്ദരിയും തേജസ്വിയുമായ ഒരു ദിവ്യ കന്യക അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭയം നിറഞ്ഞ മുഖത്തോടെ അവൾ കൈകൂപ്പി ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, ഞാൻ രാവണന്റെ പുത്രിയാണ്, അങ്ങനോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പ്രഭു ശ്രീരാമനെ ഒരു നോക്ക് കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വനത്തിലൂടെ അങ്ങയുടെ വഴി തടസ്സപ്പെടുത്തിയത്. രാവണന്റെ പുത്രിയുടെ നിഷ്കളങ്കമായ ഭക്തി കണ്ടപ്പോൾ ഹനുമാൻ സ്വാമിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം ആ കന്യകയെ വളരെ മൃദുവായി കൈകളിലെടുത്ത് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പ്രഭുവിന്റെ മുന്നിലെത്തി അദ്ദേഹത്തെ കണ്ട ഉടൻ തന്നെ രാവണപുത്രി ഭക്തിയാൽ സ്വയം മറന്നു. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ദിവ്യ രൂപമാണ് അവൾ ശ്രീരാമനിൽ കണ്ടത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വികാരധീനയായി അവൾ പ്രഭുവിന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. ആ പുണ്യ ദർശനത്തിലൂടെ രാവണപുത്രിയുടെ ജന്മം സഫലമായി. ശാന്തയായി എഴുന്നേറ്റ് അവൾ ഹനുമാൻ സ്വാമിയെ നോക്കി ക്ഷമ ചോദിച്ചു. ഇനി ഒരിക്കലും ഞാൻ ഒരു ഭക്തന്റെയോ ഭഗവാന്റെയോ വഴിയിൽ തടസ്സമായി നിൽക്കില്ല. അങ്ങയെ കണ്ടതോടെ എന്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ രാവണപുത്രി ശാന്തമായി ആകാശത്തേക്ക് മാഞ്ഞുപോയി. രാവണപുത്രി ഹനുമാൻ സ്വാമിയുടെ വഴി തടയുന്നതും പ്രഭു ശ്രീരാമനെ കാണുന്നതും അവർ മാപ്പ് ചോദിക്കുന്നതുമെല്ലാം പറയുന്നത് അത്ഭുത രാമായണത്തിലാണ്. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീറാം.